കുഞ്ഞു സ്വപ്നങ്ങൾക്ക് നിറം പകരാനും നന്മയുടെ വിത്തുകൾ മനസ്സിൽ പാകാനുമായി സെന്റ് ആന്റണീസ് വിദ്യാലയമുറ്റത്ത് മറ്റൊരു മനോഹര അധ്യായം കൂടി വിരിഞ്ഞു. അറിവിൻ്റെ അക്ഷരമുറ്റത്ത് സ്വപ്നങ്ങൾക്ക് ചിറകുവിരിയുന്ന നിമിഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ ക്ലബ്ബുകളുടെ രൂപീകരണത്തിലൂടെ സാധ്യമാകുന്നത്. ഓരോ കുഞ്ഞു മനസ്സിലുമുള്ള കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കാനും പ്രകൃതിയോടും സമൂഹത്തോടും മനുഷ്യരോടും സ്നേഹവും ഉത്തരവാദിത്വവും വളർത്താനും ക്ലബ്ബുകൾ വഴിയൊരുക്കുന്നു. അത്തരം മനോഹരമായ ഒരു തുടക്കത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് മേലാർക്കോട് സെന്റ് ആന്റണീസ് വിദ്യാലയത്തിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തപ്പെട്ടത്. ബഹുമാനപ്പെട്ട ആലത്തൂർ AEO ശ്രീ ബാലഗോപാലൻ സാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃഭാഷയുടെ മാധുര്യവും സൗന്ദര്യവും പകരുന്ന മലയാളം ക്ലബ്, ആംഗലേയ ഭാഷയുടെ അനന്ത സാധ്യതകളിലേക്ക് വാതിൽ തുറക്കുന്ന ഇംഗ്ലീഷ് ക്ലബ്, പ്രകൃതിയെ സ്നേഹിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പരിശീലിക്കാനും പ്രയത്നിക്കുന്ന ഇക്കോ ക്ലബ്, അക്കങ്ങളുടെയും യുക്തിയുടെയും ലോകത്തിലേക്ക് കൊച്ചു കൂട്ടുകാരെ നയിക്കുന്ന ഗണിത ക്ലബ്, അറബി ഭാഷയുടെ സൗന്ദര്യവും സംസ്കാരവും പകരാനായി അലിഫ് അറബിക് ക്ലബ് എന്നിങ്ങനെ സമഗ്ര മേഖലകളിലും വളർച്ച ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണിത്. ഓരോ ക്ലബ്ബും വേറിട്ട പ്രവർത്തനങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ പ്രവർത്തന കലണ്ടർ അവതരിപ്പിച്ചു. അറിവും സർഗാത്മകതയും ജീവിതശൈലിയുമെല്ലാം കൂടിച്ചേർന്ന മനോഹരമായ പരിപാടിയിൽ AEO ബാലഗോപാലൻ സാറിൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. കൊച്ചു കൂട്ടുകാരോട് വിവിധ മേഖലകളിലൂന്നി സംവദിച്ച അദ്ദേഹം കുട്ടികളുടെയും അധ്യാപകരുടെയും മനസ്സിൽ പുതിയ ചിന്തകൾക്ക് രൂപം നൽകി. പ്രധാനാധ്യാപിക സിസ്റ്റർ കരോളിനും അധ്യാപകരും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. PTA പ്രസിഡന്റ് ശ്രീ കമലേഷും MPTA പ്രസിഡന്റ് ശ്രീമതി സാറാമ്മയും സന്നിഹിതരായിരുന്നു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാഠഭാഗങ്ങളിലെ പ്രവർത്തനങ്ങളുടെ അവതരണങ്ങൾ നടന്നു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ ട്രിക്ക് ഓഫ് കിച്ചു, മലയാളം പാഠപുസ്തകത്തിലെ ഹലോ ഉറക്കെ പാടൂ എന്നീ പാഠഭാഗങ്ങളിൽ ദൃശ്യവിസ്മയമൊരുക്കാൻ ഭാഷാ ക്ലബ്ബുകൾ ശ്രദ്ധിച്ചപ്പോൾ സംഖ്യകളിലെ മാജിക് ഒരു സ്കിറ്റിലൂടെ അവതരിപ്പിക്കാനാണ് ഗണിത ക്ലബ്ബുകാർ ശ്രദ്ധിച്ചത്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല ഭക്ഷണ സാധനങ്ങളുടെയും വിശേഷങ്ങളാണ് അറബി ക്ലബ്ബ് അംഗങ്ങൾ പങ്കുവച്ചത്. പരിസര സംരക്ഷണം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നീ വിഷയങ്ങളിലൂന്നി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പാലിക്കേണ്ട ശീലങ്ങൾ അടങ്ങുന്ന മാർഗരേഖ ഇക്കോ ക്ലബ്ബ് പ്രകാശനം ചെയ്തു. സീറോ ഫുഡ് വേസ്റ്റ് ക്യാമ്പസ്, ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നിങ്ങനെ 2 പ്രധാന ആശയങ്ങൾ ഇക്കോ ക്ലബ്ബ് അവതരിപ്പിച്ചു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാർഗരേഖയുടെ കോപ്പി വിതരണം ചെയ്തു. മികച്ച രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ കൊച്ചു കൂട്ടുകാർക്ക് കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്.